ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ആസ്ട്രാസെനേക്ക എന്ന് പറഞ്ഞ കമ്പനി കോവിഷീൽഡ് വാക്സിൻ, അതായത് വെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള അവരുടെ വാക്സിൻ, കോവിഡ് വാക്സിൻ എടുത്തവർക്ക് രക്തം കല്ലിൽ കട്ടപിടിക്കുന്ന ഒരു രോഗാവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞ് UK കോടതിയിൽ സമ്മതിച്ചു. പലതരത്തിലുള്ള വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ പലതരത്തിലുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്, വാക്സിൻ എടുത്തവരെല്ലാം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന് ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? 1920, 18, 19 അതായത് 100 വർഷം മുമ്പ് നടന്ന ഒരു പാൻഡമിക്കിൽ, ഇതുപോലെ കോവിഡ് പോലുള്ള ഇൻഫ്ലുവൻസ പാൻഡമിക്കിൽ കോടിക്കണക്കിന് ആളുകളാണ് മരിച്ചുപോയത്. കോടിക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. അതിനുശേഷം 100 വർഷത്തിന് ശേഷമാണ് കോവിഡ് എന്ന് പറയുന്ന വലിയൊരു പാൻഡമിക് മഹാമാരി ലോകത്ത് വന്നത്. അന്നത്തെ മഹാമാരി 4, 5, 6 കൊല്ലം നീണ്ടു നിന്നെങ്കിൽ ഇതൊരു വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു മഹാമാരിയെ പിടിച്ചു കെട്ടാനും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനും മരണനിരക്ക് വളരെ കുറയ്ക്കാനും നമുക്ക് സാധിച്ചത് ഈ വാക്സിൻ്റെ കണ്ടുപിടുത്തം കൊണ്ട് തന്നെയാണ്. ഒരു സംശയമില്ല. ഈ വാക്സിൻ വളരെ പെട്ടെന്ന് ഒരു വർഷത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്ത് എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും, അത് ആനിമൽ മോഡൽസിൽ പരീക്ഷിച്ചു, അതിനുശേഷം ഹ്യൂമൻ ട്രയൽസ് നടത്തി, അത് കഴിഞ്ഞ് പലതരത്തിലുള്ള വാക്സിൻ റോൾ ഔട്ട്. അതെങ്ങനെ സാധിച്ചത്? അപ്പോൾ ആളുകൾ ചോദിക്കും, വേറെ ചോദ്യം, ഡോക്ടർ ഈ വാക്സിനൊക്കെ തട്ടിക്കൂട്ട് വാക്സിനാണ്? ഒരിക്കലുമല്ല. ഈ ഒരു പാൻഡമിക് വരുമെന്ന് 2000 മുതൽ തന്നെ നമുക്കറിയാമായിരുന്നു. കാരണം എല്ലാ 100 വർഷത്തിലും ഇതുപോലൊരു മഹാമാരി വരുമെന്ന് നമുക്കറിയാം. അതുപോലെ ഈ മഹാമാരി വന്നപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളും ലാബുകളും തയ്യാറായിരുന്നു. പെട്ടെന്ന് തന്നെ ഇത് ജനറ്റിക് സ്റ്റഡി നടത്തി എന്ത് വൈറസാണ് ഇതെന്ന് കണ്ടുപിടിക്കാൻ 1-2 ആഴ്ചകളിൽ തന്നെ സാധിച്ചു. ആ ജനറ്റിക് മേക്കപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വൈറസിനെതിരെ വാക്സിൻ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അത് ആനിമൽ സ്റ്റഡി ചെയ്തു, ആനിമൽ സ്റ്റഡി ചെയ്ത് ഹ്യൂമൻസിൽ സ്റ്റഡി ചെയ്തു, ഹ്യൂമൻ ട്രയൽസ് നടത്തിയ ശേഷമാണ് ഈ വാക്സിൻസ് മാർക്കറ്റിൽ വരികയും നമ്മളെല്ലാം എടുക്കുകയും ചെയ്തത്. അപ്പോൾ നമ്മുടെ നാട്ടിലെടുത്ത് കോവിഷീൽഡും കോവാക്സിനുമാണ് കൂടുതലായിട്ട് എടുത്തത്. അപ്പോൾ ഈ കോവിഷീൽഡിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഈ കോൺട്രവേഴ്സി വന്നിരിക്കുന്നത്. എന്താണ് ഈ കോൺട്രവേഴ്സി? ഈ കോവിഷീൽഡ് വാക്സിൻ എടുത്തവരിൽ രക്തം കട്ട പിടിക്കുന്നു, അല്ലെങ്കിൽ പ്ലേറ്ററ്റിൻ്റെ അളവ് രക്തത്തിൽ കുറയുന്നു, ത്രോംബോസൈറ്റോപിനിയ ആൻഡ് ത്രോംബോസിസ് സിൻഡ്രോം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് അവർ ആസ്ട്രാസെനേക്ക പറഞ്ഞത്. അപ്പോൾ പല മീഡിയ പോർട്ടൽസും പറയുന്നത് ഇത് പുതിയ വെളിപ്പെടുത്തൽ നടത്തി എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. ഈ വാക്സിൻ ഇൻഡ്യൂസ് ത്രോംബോസൈറ്റോപിനിയ ആൻഡ് ത്രോംബോസിസ് ഉണ്ടാകുന്നു എന്നുള്ളത് 2021 തന്നെ ലോകാരോഗ്യ സംഘടന അഥവാ WHO അവരുടെ വെബ്സൈറ്റിലും അവരുടെ ഒരു പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഉണ്ട്. ഇതിന് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. 25 പേർക്ക് അത് ലോകത്തെമ്പാടും കണ്ടെത്തിയിട്ടുണ്ട്. ഏത് മരുന്നിനും, ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ കഴിക്കുന്ന അമോക്സിലിനോ അതുപോലും 100-ൽ 1-2 പേർക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകാം. പാരസ്റ്റമോൾ ആണെങ്കിൽ അതും 100 പേരിൽ ഒരാൾക്കൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാകാം. പെയിൻ കില്ലർ ആണെങ്കിൽ 4-5 പേർക്കൊക്കെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളല്ലേ ഈ മനുഷ്യരാശി കണ്ടുപിടിച്ച് ഏത് മരുന്നിനാണെങ്കിലും 1-2% സീരിയസ് സൈഡ് എഫക്ട്സ് നോൺ ആണ്. അതുകൊണ്ട് വെരി റെയർ ആയിട്ടുള്ളൊരു സൈഡ് എഫക്റ്റ് ആണ്. അല്പം സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് തന്നെയാണ്. വെൽ ഡിസ്ക്രൈബ്ഡ് ആണ്. ഇത് നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് പിന്നെ നമ്മൾ വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞു? അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളെപ്പോഴും ഒരു കാര്യം, ഞാൻ ആദ്യത്തെ പകുതി ആദ്യം പറഞ്ഞല്ലോ, ഈ കോവിഡ് മഹാമാരി വന്നപ്പോൾ 100-ൽ 5 പേരും 4 പേരുമാണ് മരിച്ചുകൊണ്ടിരുന്നത്. 4% മോർട്ടാലിറ്റി ഉള്ള ഒരു സിവിയർ ഡിസീസായിരുന്നു കോവിഡ് ആദ്യം. വാക്സിൻ എടുത്ത ശേഷമാണ് ആ മോർട്ടാലിറ്റി 100-ൽ 5 എന്നുള്ളത് 100-ൽ 1% താഴെ വന്നു. 0.5, അതായത് 10 മടങ്ങിൽ താഴെ വന്നു. അത്രയും പൊട്ടൻ്റായിട്ടുള്ള 90% റിഡക്ഷൻ ഇൻ മോർട്ടാലിറ്റി. അതായത് നേരത്തെ 100-ൽ 5 പേര് മരിച്ചത്, ഇത് 100-ൽ 0.5 0.3 ഒക്കെ ആയിട്ട് മോർട്ടാലിറ്റി കുറഞ്ഞു. അതായത് 90% മരണനിരക്ക് കുറയ്ക്കാൻ സാധിക്കുന്ന വാക്സിനാണ് ഈ കോവിഡ് വാക്സിൻ. അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ടുള്ള ഇൻ്റർവെൻഷൻ അല്ലേ? നമ്മൾ നോക്കുക, ലോകത്തെല്ലാവർക്കും 100-ൽ 5% വെച്ച് ആളുകൾ മരിച്ചിരുന്നെങ്കിൽ എത്ര ആളുകൾ മരിച്ചു പോയനെ? എന്തുകൊണ്ടാണ് നമുക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്? ഈ വാക്സിൻ എടുത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു എപ്പോഴും നമ്മൾ എന്ത് മരുന്ന് കൊടുക്കുമ്പോഴും നമ്മൾ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കും. നമ്മൾ കാറിൽ പോയാൽ ആക്സിഡൻറ്റ് നടക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. പക്ഷേ നമ്മൾ കാറിൽ കയറി, എന്തുകൊണ്ടാണ്? നമുക്കറിയാം ആക്സിഡൻറ്റ് നടക്കാനുള്ള സാധ്യത വളരെ വളരെ തുച്ഛമാണ്. അതുപോലെ തന്നെ വളരെ വളരെ റെയറായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ഈ വാക്സിൻ ഇൻഡ്യൂസ്ഡ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള വേറൊരു സൈഡ് എഫക്റ്റാണ് വാക്സിൻ ന്യൂറോളജിക്കൽ നെർവ്സിനെ ബാധിക്കുന്ന ഗില്ലൻ ബാരി സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു രോഗം. അതും വളരെ വളരെ റെയറാണ്. അപ്പം വളരെ റെയർ ആയിട്ടുള്ള സീരിയസ് കോംപ്ലിക്കേഷൻ വാക്സിൻ അന്ന് തൊട്ടേ അറിയാം. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ, ഏത് മരുന്ന് കൊടുക്കുമ്പോഴും റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കും. അമോക്സിലിൻ വരുമ്പോൾ നമുക്കറിയാം 100-ൽ ഒരാൾക്ക് അലർജി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ 99 പേരുടെ അസുഖം ഭേദമാക്കും. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ആ മരുന്ന് കൊടുത്തുനിരിക്കും. അതുപോലെ ഈ വാക്സിൻ കൊടുക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന അല്ലെങ്കിൽ രോഗിക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് റിസ്കിനേക്കാളും വളരെ വളരെ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ വാക്സിൻ കൊടുക്കണം എന്നുള്ള റെക്കമെൻഡേഷൻ ലോകാരോഗ്യ സംഘടന ഈ ലോകത്തെ എല്ലാ വിദഗ്ധരും പറഞ്ഞത്. അതനുസരിച്ച് ഇന്ത്യയിൽ തന്നെ 100 കണക്കിന് കോടി ആളുകൾ വാക്സിൻ എടുത്തിട്ടുണ്ട്. വളരെ ചുരുക്കം ആളുകൾക്ക് സീരിയസ് സൈഡ് എഫക്ട്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ വളരെ ചുരുക്കം 500 താഴെ ആളുകൾക്കാണ് സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ 100 കോടിയും 500 നമ്മൾ നോക്കുമ്പോൾ അത് 500 എന്ന് പറയുന്ന നമ്പർ വളരെ കുറവാണ്. മാത്രമല്ല കോവിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ 100-ൽ 1-2 പേർക്ക് രക്തക്കുഴൽ കട്ട പിടിക്കാം. അങ്ങനെ നോക്കുമ്പോൾ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കുമ്പോൾ ബെനിഫിറ്റ് വളരെ കൂടുതലും റിസ്ക് വളരെ കുറവായതുകൊണ്ടാണ്
ഈ ആസ്ട്രാസെനെക്കയുടെ വാക്സിൻ അല്ലെങ്കിൽ ഏത് വാക്സിൻ ആണെങ്കിലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. രണ്ടാമതൊരു കാര്യം, വേറെ വാക്സിൻ എടുക്കാമായിരുന്നല്ലോ. വേറെ വാക്സിനുമുണ്ട്. ഫൈസർ വാക്സിന് ഹാർട്ടിൻ്റെ ഇതുപോലെ തന്നെ റെയർ ആയിട്ട് ഹാർട്ടിൻ്റെ ചെറിയ പമ്പിങ്ങിന് മയോകാർഡിറ്റിസ് എന്ന് പറയുന്ന സൈഡ് എഫക്റ്റ് ഉണ്ട്. ഏത് വാക്സിൻ ആണെങ്കിലും കോമൺ ആയിട്ട് സൈഡ് എഫക്ട്സ് എല്ലാ വാക്സിനും ഉണ്ട്. പനി വരാം, ചൂട് വരാം, ദേഹത്ത് വേദന വരാം, ഇഞ്ചക്ഷൻ സ്ഥലത്ത് വേദന വരാം, അതൊക്കെ എല്ലാ വാക്സിനും ഉള്ളതാണ്. ഈ റെയർ സൈഡ് എഫക്ട്സ് അൺപ്രഡിക്റ്റബിൾ, ആർക്ക് ഇത് വരുമെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതിൻ്റെ തോത് വളരെ 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 കുറവായതുകൊണ്ടാണ് ഇത് വാക്സിൻ എടുത്തത് വേണ്ടി അങ്ങനെ റെക്കമെൻഡേഷൻ ചെയ്തത്. അതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല. 2, അന്ന് ഞാൻ വാക്സിൻ എടുത്തിരുന്നു. ഈ വാക്സിൻ കൊണ്ടാണോ ഡോക്ടറെ എനിക്കിപ്പോൾ ഇനി ഞാൻ പേടിക്കണോ, ഞാൻ കോവിഷീൽഡ് വാക്സിൻ എടുത്തത്? അതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഒരു തരത്തിലുള്ള പേടിക്കും അടിസ്ഥാനമില്ല. കാരണം ഈ വാക്സിൻ ഇൻഡ്യൂസ്ഡ് ത്രോംബോസിസ് എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ എടുത്ത് 10 ദിവസത്തിലോ 7 മുതൽ 15 ദിവസത്തിലാണ് ഇത് കാണുന്നത്. 1ാമത്തെ ഡോസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. 2ാമത്തെ ഡോസിൽ ഇത് കാണാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ 1ാമത്തെ 2ാമത്തെ ഡോസ് വാക്സിനൊക്കെ എടുത്തിട്ട് ഇപ്പോൾ 3 കൊല്ലത്തോളമായി. അതുകൊണ്ട് നമുക്ക് ഈ വാക്സിൻ കൊണ്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നിങ്ങൾ ആരും ഒരു തരത്തിൽ പേടിക്കേണ്ട, ഒരു തരത്തിൽ ടെസ്റ്റും ചെയ്ത് നോക്കുകയും വേണ്ട. ഇപ്പോൾ നിങ്ങൾക്കൊരു തലവേദന വന്നുവെങ്കിൽ അതൊരിക്കലും ആ വാക്സിൻ എടുത്ത ശേഷം ഉണ്ടാകുന്ന ബ്ലഡ് ക്ലോട്ട് ചെയ്ത് വരുന്ന തലവേദനയൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഈ ശാസ്ത്രലോകത്തിൽ ഇപ്പോൾ ഇത് വരാൻ സാധ്യത കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രാസെനെക്ക ഇപ്പോൾ കോർട്ടിലൊരു അഫിഡവിറ്റ് കൊടുത്തുകൊണ്ടാണ്. ഇത് നോൺ ആയിട്ടുള്ളൊരു ഫാക്റ്റ് തന്നെയാണ്, നേരത്തെ അറിയാവുന്നൊരു കാര്യം തന്നെയാണ് ഇങ്ങനെ വാക്സിൻ ഇൻഡ്യൂസ്ഡ് ആയിട്ട് ഈ പ്രശ്നം വരുമെന്നുള്ളത്. ഇപ്പോൾ ഈ ചർച്ച വന്നതുകൊണ്ട് ഒരു ആളുകൾ പാനിക്കായിട്ട് ആശങ്കയോടെ പലതരത്തിലുള്ള ഗൂഗിൾ സെർച്ചൊക്കെ നടത്തി ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. നിങ്ങളുടെ വാക്സിൻ എന്തെങ്കിലും അതിൻ്റെ ഗുണം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒന്നും ഇപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത തീരെയില്ല.